നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി 3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. പെട്ടി പൊട്ടിക്കുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ. ഇതുവരെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ UDFന് ഭരണം പ്രവചിക്കുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറുനാടൻ മലയാളിയും എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുകയാണ്. പിണറായി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുവെന്നും UDF വൻ മുന്നേറ്റത്തോടെ അധികാരം തിരിച്ചു പിടിക്കുമെന്നാണ് മറുനാടൻ എക്സിറ്റ് പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നടത്തിയ വിശദമായ പരിശോധനകൾക്ക് ശേഷം പുറത്തുവിട്ട ഫലപ്രകാരം UDFന് 80 മുതൽ 99 സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചിക്കുന്നത്. ഇടതുമുന്നണിക്ക് 37 മുതൽ 57 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കൂ എന്നാണ് പ്രവചനം. BJP ഇത്തവണ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്നും 2 മുതൽ 4 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശക്തി കേന്ദ്രങ്ങളിൽ കത്തിക്കയറി UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അഭൂതപൂർവമായ നേട്ടമാണ് UDF നേടുക. സാമുദായിക വോട്ടുകൾക്കൊപ്പം നിഷ്പക്ഷ വോട്ടുകളുടെ ധ്രുവീകരണവുമാണ് ഭരണമാറ്റത്തിന് കളമൊരുങ്ങുന്നത്. മലപ്പുറം, എറണാകുളം, വയനാട്, ഇടുക്കി ജില്ലകളിൽ UDF സമ്പൂർണ്ണ ആധിപത്യം പുലർത്തുമെന്നാണ് കണക്കുകൾ. മലപ്പുറത്തെ 16 സീറ്റുകളും എറണാകുളത്തെ 14-ൽ 13 സീറ്റുകളും UDFന് ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. ഇടുക്കിയിലെ 5 സീറ്റുകളും UDF തൂത്തുവാരുമെന്നാണ് കണ്ടെത്തൽ. വയനാട്ടിലും ആകെയുള്ള 3 സീറ്റുകൾ നേടി UDF കരുത്തു തെളിയിക്കും. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും LDFന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത്. കോഴിക്കോട് ജില്ലയിൽ 13 മുതൽ 8 സീറ്റുകൾ നേടി UDF വൻ അട്ടിമറി നടത്തും. കോട്ടയത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും UDF മുന്നേറ്റം പ്രകടമാണ്. പത്തനംതിട്ടയിൽ 3 സീറ്റും കൊല്ലത്ത് 5 സീറ്റും തിരുവനന്തപുരത്ത് 3 സീറ്റും UDF ഉറപ്പിച്ചു കഴിഞ്ഞു. തൃശൂരിലും പാലക്കാടും 4 വീതം സീറ്റുകളിൽ UDF വിജയം കാണും. അതേസമയം ഭരണ തുടർച്ചയെന്ന LDF മോഹങ്ങൾക്ക് തിരിച്ചടിയായി അവരുടെ പരമ്പരാഗത കോട്ടകളിൽ പോലും വിള്ളൽ വീണിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് നേരിയ മേൽക്കൈ ഉള്ളത്. കണ്ണൂരിലെ 5 സീറ്റുകൾ LDFന് ലഭിക്കുമെന്ന് പ്രവചിക്കുമ്പോഴും വടക്കൻ മലബാറിൽ ഇത്തവണ കനത്ത പോരാട്ടമാണ്. കാസർഗോഡ് 1-ലും പാലക്കാടും തൃശൂരിലും 6 വീതം സീറ്റുകളിലും LDF ജയിക്കാം. എന്നാൽ മലപ്പുറത്തും വയനാട്ടിലും ഇടുക്കിയിലും 1 സീറ്റ് പോലും ലഭിക്കില്ല എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ്. തിരുവനന്തപുരത്ത് 6 സീറ്റുകൾ നേടി LDF പൊരുതി നിൽക്കുമെന്നാണ് കണക്കാക്കുന്നത്. എറണാകുളത്ത് 1 സീറ്റിൽ ഒതുങ്ങേണ്ടി വരുന്നതും കോട്ടയത്ത് 2 സീറ്റിലേക്ക് ചുരുങ്ങുന്നതും ഇടതുമുന്നണിയുടെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. കൊല്ലത്ത് 3 സീറ്റും ആലപ്പുഴയിൽ 3 സീറ്റും പത്തനംതിട്ടയിൽ 1 സീറ്റും മാത്രമാണ് LDFന് ലഭിക്കാൻ സാധ്യതയുള്ളത്. BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഇത്തവണ നിയമസഭയിലേക്ക് തിരിച്ചെത്തുമെന്നതാണ് മറ്റൊരു സുപ്രധാന പ്രവചനം. 2 മുതൽ 4 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് NDA ഇത്തവണ കറുത്ത കുതിരകളാകും. മറ്റ് പല സീറ്റുകളിലും BJP മുന്നേറ്റം നടത്തും. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ചില മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ വോട്ട് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BJPയുടെ ഈ മുന്നേറ്റം ഇടത് വലത് മുന്നണികളുടെ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 21 മണ്ഡലങ്ങളിൽ പ്രവചനാതീതമായ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഈ മണ്ഡലങ്ങളിലെ ഫലം ആർക്കനുകൂലമാകും എന്നത് അവസാന നിമിഷം വരെ സസ്പെൻസ് നിറച്ചു നിൽക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ ഉദുമ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ ഫലം എങ്ങോട്ടും അറിയാം. കണ്ണൂരിലെ തളിപ്പറമ്പും കൂത്തുപറമ്പും സമാനമായ രീതിയിൽ പ്രവചനാതീതമാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയും കോഴിക്കോട് നോർത്തും കടുത്ത പോരാട്ട ഭൂമിയായി മാറി. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയും കോങ്ങാടും തൃശൂരിലെ ഗുരുവായൂർ, വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളും ഭാഗ്യ പരീക്ഷണത്തിലാണ്. ഈ മണ്ഡലങ്ങളിലെ നിഷ്പക്ഷ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കും എന്നത് നിർണായകമാകും. കോട്ടയത്ത് KM മാണിയുടെ കോട്ടയായിരുന്ന പാലായും PC ജോർജ് മത്സരിക്കുന്ന പൂഞ്ഞാറും ഇത്തവണ ആകാംക്ഷയുടെ മുനയിലാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ പോരാട്ടവും ഏറെ ശ്രദ്ധേയമാണ്. തെക്കൻ കേരളത്തിൽ റാന്നി, കൊട്ടാരക്കര, പത്തനാപുരം, ചടയമംഗലം എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തെ അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളും പ്രവചനാതീതമായ പട്ടികയിലുണ്ട്. ഈ 21 സീറ്റുകളിലെ ഫലം LDFന് അനുകൂലമായാൽ പോലും കേവല ഭൂരിപക്ഷമെന്ന മാന്ത്രിക സംഖ്യയിലേക്കെത്താൻ അവർക്ക് കഴിയില്ല.